ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രം ആൻഡ് ഗ്രന്ഥാലയം മാച്ചേരിയുടെ 15ാം വാർഷികത്തിന്റെ വീഡിയോസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഈ ഒരു ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ പത്മനാഭൻ ബ്ലാത്തൂരാണ്. അതുമാത്രമല്ല, കണ്ണൂരിന്റെ ചക്കരക്കലിന്റെ സ്വന്തം ഡോക്ടർ ഗഫൂർ ഡോക്ടറുമാണ് ഇതിലെ മുഖ്യ അതിഥികൾ. അവര് മാത്രമല്ല, മറ്റ് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ ഇതിൽ ഡോക്ടർ ചർച്ച ചെയ്യുന്നത് ലഹരിക്കെതിരെയുള്ള ആ ഒരു സംസാരമാണ്. അത് തീർച്ചയായിട്ടും കേൾക്കണം. നമ്മുടെ നാട് എവിടെ പോകുന്നു, എന്താവുന്നു, നമ്മുടെ മക്കൾ എന്താവുന്നു, ഇതൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ കുറച്ച് വീഡിയോസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം ചിന്തിക്കൂ, നല്ലത് മാത്രം പ്രവർത്തിക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മാച്ചേരി ഗ്രാമോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ പത്മനാഭൻ ബ്ലാത്തൂർ, യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ജനസംസ്കൃതിയുടെ പ്രസിഡന്റ് ശ്രീ CP പരമേശ്വരൻ, ആശംസ പ്രസംഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് സന്നിഹിതരായിരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി VK ശ്രീലത, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ശ്രീമതി C ലത, ജിതേഷ് മച്ച, അതുപോലെ M ചിത്ര, ഇന്ന് നമ്മുടെ നാടിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ ഡോക്ടർ ശ്രീ KP അബ്ദുൽ ഖാദർ സർ, അതുപോലെ വിവിധ മേഖലകളിൽ അനുമോദനത്തിന് അർഹരായിട്ടുള്ള ശ്രീ CV ഹരീഷ് കുമാർ, നാഷണൽ സർവീസ് സ്കീമിന്റെ ക്ലസ്റ്റർ കോർഡിനേറ്റർ പദവിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ആദരം ലഭിച്ച വ്യക്തിയാണ്. അതുപോലെ ഈ കഴിഞ്ഞ MD പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ മേഘന ശരത്ലാൽ, BSc പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശ്രീ കാജൽ സജീവൻ, വർണ്ണാഭമായ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങിയ നമ്മുടെ നാടിന്റെ അഭിമാനമായ മുഹമ്മദ് നാഫി, നേരത്തെ മുതൽ ഇനിയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട കലാകാരന്മാരെ, കലാകാരികളെ, ജനസംസ്കൃതിയുടെ എന്റെ പ്രിയ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, നമ്മുടെ നാടിന്റെ സർവതോന്മുഖമായ പുരോഗതി ലക്ഷ്യമാക്കി കക്ഷി രാഷ്ട്രീയ ജാതിമത വർഗവർണ്ണ പരിഗണനകൾക്ക് അതീതമായി രൂപീകരിച്ച ഒരു സാംസ്കാരിക സ്ഥാപനമാണ് ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രം. കഴിഞ്ഞ 15 വർഷക്കാലത്തിനുള്ളിൽ ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക, ജീവകാരുണ്യ, വിനോദയാത്ര, ഇങ്ങനെ പല മേഖലകളിലും ചെറുതും വലുതുമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വളരെ സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞതെന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ വിനീതമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ സ്വാഗത പ്രസംഗം കൂടുതൽ ഭക്ഷണത്തിനായി ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രം ഗ്രന്ഥാലയ പ്രസിഡന്റ് ശ്രീ CP ഫൗദൻ അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന നമ്മുടെ ഈ സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടകൻ പത്മനാഭൻ ബ്ലാത്തൂർ, നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ പ്രഗത്ഭനായ ഡോക്ടർ ശ്രീ
അബ്ദുൽ ഗഫൂർ സാർ, കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി ശീലജ, ഇതേരി പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീമതി ലത, ജിതേഷ് മച്ചാട്ട്, ശ്രീമതി ചിത്ര എന്നീ പ്രകാശിപ്പിക്കുന്ന ശ്രീജിത്ത് കുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജനസംസ്കൃതിയുടെ ഈ 15ാമത് വാർഷികത്തെ സംബന്ധിച്ച് അതിന്റെ സെക്രട്ടറി കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഈ സാംസ്കാരിക വേദി ഈ നാട്ടുകാരോട് പ്രത്യേക ശബ്ദം പറയണമെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും ഈ വർഷത്തിനിടയിൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് നന്നായി തന്നെ അറിയുന്നവരാണ്. കഴിഞ്ഞ വർഷം പോലുള്ള വർഷങ്ങളിൽ വയനാട് ദുരന്തം പോലുള്ള ദുരന്തം കേരളത്തെ ആകെ ഞെട്ടിച്ചപ്പോൾ സർക്കാർ പറഞ്ഞതിന്റെ ഭാഗമായി ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം മാറ്റിവെക്കണം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഇതുപോലുള്ള വാർഷിക പരിപാടി സംഘടിപ്പിക്കാൻ സാധിക്കാതിരുന്നത് എന്നും നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ വർഷം വിപുലമായ രീതിയിൽ തന്നെ പരിപാടി സംഘടിപ്പിക്കണമെന്ന് കമ്മിറ്റി തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി നമ്മുടെ സാംസ്കാരിക വേദിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മുടെ ബഹുമാനപ്പെട്ട നേരത്തെ കൃഷ്ണമാഷ് പറഞ്ഞതുപോലെ ഡോക്ടർ കെ പി അബ്ദുൽ ഗഫൂർ സാറിനെ ആദരിക്കണം. താമസിച്ചിട്ടുള്ളത് അവർ MBBS കഴിഞ്ഞ് MD പരീക്ഷ എഴുതി പാസ്സായ ഒരു വ്യക്തി കൂടിയാണ്. അതുപോലെ തന്നെ മുഹമ്മദ് നാഫിക്കിനെയും ഞങ്ങളിവിടെ അതിൽ അനുമോദിക്കുകയാണ്. കാജൽ ഇവിടെ എത്തിയിട്ടില്ല, അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അവരെയും കൂടി അനുമോദിക്കുന്ന ചടങ്ങ് നമുക്കിവിടെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ അധ്യക്ഷ ഭാഷണം ഞാൻ അധികം നീട്ടുന്നില്ല. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട ശ്രീ പത്മനാഭൻ ബ്ലാത്തൂർ അവരുടെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ ഭാഷണം നടത്തുകയാണ്. ഈ വേദി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്ന ശ്രീ പത്മനാഭൻ ബ്ലാത്തൂർ സ്വദേശി അധ്യാപകൻ, ദേശീയ ശാസ്ത്ര നാടക മത്സരം, ദേശീയ ട്രൈബൽ സ്കൂൾ കലോത്സവം, സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നിവയിൽ സമാനമായ നിരവധി നാടകങ്ങളുടെ രചന നിർവഹിച്ചിട്ടുണ്ട്. സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ പത്മനാഭൻ ബ്ലാത്തൂർ അവരെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, ഏതാണ്ട് 1.5 മണിക്കൂർ വൈകിട്ടാണ് നമ്മുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അധ്യക്ഷന്റെ ഭാഷണത്തിൽ എത്രയും വേഗം നമുക്ക് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങളിവിടെ സംസാരിക്കാനുള്ള ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ സംസാരിക്കാൻ വിചാരിക്കുന്നുള്ളൂ. മാച്ചേരി എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നാടാണ്. പുരുഷമാഷ് എത്രയോ കാലമായി എന്റെ അടുത്ത ചങ്ങാതിയാണ്. അതിനപ്പുറം എന്റെ പെങ്ങൾ വിലാസിനി, KR അശോകമാഷയുടെ ഭാര്യ വിലാസിനി താമസിക്കുന്ന നാടുകൂടിയാണ് മാച്ചേരി എന്നതുകൊണ്ട് മാച്ചേരി എനിക്ക് ഏറെ പ്രിയപ്പെട്ടൊരു നാടാണ്. ഗ്രാമോത്സവം എന്ന പരിപാടിയിലാണ് ഞാൻ സംബന്ധിക്കുന്നത് എന്നത് മാച്ചേരി പോലെ തന്നെയുള്ള ഒരു ഗ്രാമമായ ബ്ലാത്തൂരിൽ നിന്ന് വരുന്ന എനിക്ക് ഏറെ സന്തോഷകരമായി തോന്നുന്നു. ഉത്സവം മനുഷ്യരെയെല്ലാം ചേർത്ത് നിർത്താൻ വേണ്ടി, പലതായി ചിതറിപ്പോയ മനുഷ്യരെ ഒന്നിച്ചു ചേർത്ത് നിർത്താൻ വേണ്ടി നമുക്ക് മുന്നേ കടന്നുപോയ മനുഷ്യർ കണ്ടുപിടിച്ച ഒരു സാമൂഹ്യ സ്ഥാപനമാണ്. ഈ കലുഷിതമായ കാലത്ത് നമ്മൾ എപ്പോഴും പറയും പഴയതെല്ലാം നല്ലതാണ്, പുതിയതൊരു കാര്യം പറയാനേ ഇല്ല, ഈ പുതിയ പിള്ളേരൊക്കെ എന്തിനു കൊള്ളൂ, പഴയതല്ലേ നല്ലത് എന്നൊക്കെ പറയുന്ന ആ രീതിയല്ല ഞാൻ പറയുന്നത്. എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല.
പഴയത് നല്ലതാണ്, ആയിക്കോട്ടെ, പുതിയതും നല്ലതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ അശനിപാതമായ കൊറോണയും കേരളത്തിൽ വന്ന വലിയ 2 വെള്ളപ്പൊക്കങ്ങളും നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ചെറുപ്പക്കാരുടെ മഹിതമായ സമർപ്പണ ബോധവും സാമൂഹ്യ ബോധവുമാണ് എന്നതുകൊണ്ട് ചെറുപ്പക്കാരെ മോശമാണെന്ന് പറയാൻ എന്തായാലും എനിക്ക് കഴിയില്ല. ഇവിടെ കൂടിയിരിക്കുന്ന അമ്മ പെങ്ങന്മാർ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, കുട്ടികൾ, ഇവരോട് ഞാൻ പറയാൻ വിചാരിക്കുന്നത്, എന്തുകൊണ്ടാണ് നാട്ടിൻപുറങ്ങളിൽ ഇതേപോലെയുള്ള സാംസ്കാരിക പരിപാടികളിൽ ഇത്രയേറെ ആളുകൾ കൂടുകയും ഇതേപോലെയുള്ള പ്രസംഗങ്ങളും കലാപരിപാടികളും ഒക്കെ ആസ്വദിച്ച് പുതിയ മനുഷ്യരായി തിരിച്ചു പോവുകയും ചെയ്യുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച്. കലയും സംസ്കാരവും എന്ത് ചെയ്യുന്നു? നമുക്കറിയാം, ഭൂമിയിൽ മനുഷ്യൻ എന്ന ഏറ്റവും പുരോഗമനം നേടിയ ജീവി എന്ന് നമ്മൾ കരുതുന്ന ആ ജീവിയിലേക്ക് എത്തുന്നതിന് മുന്നേ ഏകകോശ ജീവി തുടങ്ങി പല തരം ജീവികളായി പരിണമിച്ച് മനുഷ്യരിലേക്ക് എത്തുന്ന കാലത്തിനിടയിൽ അവരൊക്കെ ഈ ഭൂമിയിൽ പലതരത്തിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ മാത്രമാണ് താൻ ജീവിക്കുന്ന നാടിനെ, തന്റെ ചുറ്റുപാടിനെ തന്നെ മാറ്റാനും മാറ്റിമറിക്കാനുമുള്ള ചിന്ത ഉള്ള ഒരു ജീവിയായി മാറിയത്. അതുകൊണ്ടാണ് മനുഷ്യന് തന്നെയും തനിക്കൊപ്പമുള്ളവരെയും മാറ്റണം, പുതിയൊരു ലോകത്തേക്ക് അവരെ കൊണ്ടുപോകണം എന്ന് തോന്നുന്നു തുടങ്ങിയത്. മനുഷ്യൻ എത്ര മനോജ്ഞ പദം എന്ന ചൊല്ല് അങ്ങനെ ഉണ്ടായി. അങ്ങനെ മനുഷ്യൻ കണ്ടുപിടിച്ച വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് എഴുത്തും വായനയും. എഴുത്തും വായനയും കണ്ടുപിടിക്കുന്നതിന് മുമ്പേയുള്ള മനുഷ്യൻ ചെയർമാൻ സഫ ചാരിറ്റബിൾ ട്രസ്റ്റ് സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ BM ഹോസ്പിറ്റൽ ശക്കരകൾ. ഇന്നത്തെ ജനസംസ്കൃതിയുടെ 15ാം വാർഷികാഘോഷ വേളയിൽ വെച്ച് നമ്മുടെ ജനകീയ ഡോക്ടർ KP അബ്ദുൽ ഗഫൂറിനെ ആദരിക്കുകയാണ്. ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ പത്മനാഭൻ ബ്ലാത്തൂർ അവരെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർ KP അബ്ദുൽ ഗഫൂർ അവരെ അത് ഷാളണിയിക്കുന്നു. ഷാളണിക്കു ശേഷം അദ്ദേഹത്തിനുള്ള മൊമെന്റോ വേദിയിൽ വെച്ച് നൽകുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ ശ്രീ പത്മനാഭൻ ബ്ലാത്തൂർ അവർകളാണ് നിർവഹിക്കുന്നത്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. നാടിന്റെ ജനകീയ ഡോക്ടർ, പേരിയൻ പാലിയേറ്റീവ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് നാടിന്റെ ആതുര ശുശ്രൂഷ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ സ്വന്തം, നമ്മുടെ നാടിന്റെ ഡോക്ടർ, ജനകീയ ഡോക്ടർ KP അബ്ദുൽ ഗഫൂറിനുള്ള ജനസംസ്കൃതിയുടെ സ്നേഹോപകാരം കൂടി ഈ വേദിയിൽ വെച്ച് നൽകുകയാണ്. അതും നൽകുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പത്മനാഭൻ ബ്ലാത്തൂർ അവർക്ക്. നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. സ്നേഹമുള്ളവരെ, ഈ നാടിന്റെ ആതുര ശുശ്രൂഷ രംഗത്തുള്ള അദ്ദേഹത്തിന്റെ കാൽവെപ്പ്, അദ്ദേഹത്തിന്റെ ഇടപെടൽ നമുക്ക് ഈ വേദിയിൽ വെച്ച് അംഗീകരിക്കാം. തുടർന്ന് ശ്രീ അബ്ദുൽ ഗഫൂർ സാർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അബ്ദുറഹ്മാൻ സർ, കൗൺസിലർ, മഞ്ചേരി പഞ്ചായത്ത് മെമ്പേഴ്സ്, ഡോക്ടർ മേഘന, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനസംസ്കൃതിയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഈ ഗ്രാമോത്സവം ക്ഷേത്രത്തിൽ എന്റെയും കൂടി ഒരു ഉത്സവമാണ്. നിശബ്ദ സേവന മാതൃകയാണ് ഇവരുടെ എല്ലാ പരിപാടികളും ഞാൻ പണ്ടേ മനസ്സിലാക്കിയതാണ്. വലിയ ഒച്ചപ്പാടും വളർന്നുണ്ടാവില്ല, പക്ഷെ കാര്യങ്ങൾ നിശ്ചിതമായി സേവിക്കുക. ഇത് പരസ്യത്തിന് വേണ്ടിയല്ല. പുരുഷന്മാർക്ക് 2 ആഴ്ച മുന്നേ വന്ന് നിങ്ങളിങ്ങനെ ആദരിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞ് ഞാൻ സ്വീകരിച്ചു. ഞാനിങ്ങനെ വീട്ടിലിരുന്നിങ്ങനെ ആലോചിച്ചു, ഇത്രമാത്രം ആദരിക്കാനുള്ള എന്ത് യോഗ്യത തന്നെ എനിക്കുള്ളതാണ്. കേവലം ഒരു ഡോക്ടർ ഫീസ് വാങ്ങുന്നു, പരിശോധിക്കുന്നു, ദൈവാനുഗ്രഹത്താൽ അസുഖം മാറുന്നു. അത് കഴിഞ്ഞ് എന്ത് യോഗ്യത എനിക്കുള്ളത് എന്നോട് ആലോചിച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ചിലപ്പോൾ ഞാൻ തുടങ്ങി വെച്ച പാലിയേറ്റീവിൻ്റെ ഉപഭോക്താക്കൾ
ആണ് പലരും നമ്മുടെ നാട്ടിലുള്ളത്. യഥാർത്ഥത്തിൽ 15 വർഷം മുന്നേ ഞാനിവിടെ ക്ലിനിക്ക് തുടങ്ങിയപ്പോൾ ഒരു പ്രായമുള്ള സ്ത്രീ ആ സ്ത്രീയുടെ അമ്മയെയും കൂട്ടി 90 വയസ്സുള്ള അമ്മയെയും കൂട്ടിയിട്ട് ബുദ്ധിമുട്ടി ക്ലിനിക്കിൽ വന്നു. വെയിറ്റ് ചെയ്തു, കാണിച്ച് ട്യൂബൊക്കെ മാറ്റി തിരിച്ചു വന്ന് സങ്കടപ്പെട്ടെന്നോട് പറഞ്ഞു, ഡോക്ടറിന് അടുത്ത മാസം വരേണ്ടത്, പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് വരുന്നത്, വഴിയില്ല, വീട്ടിൽ വഴിയില്ല, എടുത്ത് കൊണ്ടുവരണം, അവിടെ ഇച്ചിരി കാർ പിടിക്കണം, തിരിച്ചുവിടെ വരണം, ആ കാർ വെയിറ്റ് ചെയ്യില്ല, തിരിച്ചയക്കണം, പിന്നെയും കാർ പിടിക്കണം, 2000 രൂപ ചെലവാണ്. ആ പ്രായമുള്ള സ്ത്രീയുടെ സങ്കടം എടുത്ത് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അടുത്ത മാസം ഞാൻ അങ്ങോട്ട് വരാം, ഇവിടെ നോക്കാം. അങ്ങനെ അടുത്ത മാസം ഞാനും എൻ്റെ സുഹൃത്തും കൂടി അവിടെ പോയി വീട്ടിൽ വെച്ച് ഇതൊക്കെ ചെയ്തു കൊടുത്തു. നമുക്ക് ആകെ ചിലവായത് സമയം 15 മിനിറ്റ് 20 മിനിറ്റ് മാത്രം. വലിയൊരു കാര്യം നമ്മൾ ചെയ്തത് അവരെ സമയത്തോളം നമുക്കത് ചെറിയൊരു കാര്യം. അന്ന് എൻ്റെ മനസ്സിൽ ഉദിച്ചതാണ് നമുക്ക് ഇവിടെ ഇതുപോലൊരു സെൻറ്റർ കുറവാണ്. അതാണ് പാലിയേറ്റീവിൻ്റെ തുടക്കം കുറിച്ചത്. പക്ഷെ അന്ന് ഇവിടെ വേറെ പാലിയേറ്റീവ് ഇല്ല. കണ്ണൂർ തന്നെ വളരെ ആക്റ്റീവായിട്ട് പാലിയേറ്റീവ് ഇല്ല. അന്ന് തുടങ്ങിയ പാലിയേറ്റീവ് പ്രവർത്തനം പിന്നീട് വളരെയധികം എന്താ പറയുക ചക്കരക്കൽ പാലിയേറ്റീവ് സെന്റർ വ്യാപിച്ചു കഴിഞ്ഞു. ഇന്ന് ചക്കരക്കല്ലിൽ 5 പാലിയേറ്റീവ് യൂണിറ്റ് ഉണ്ട്, പഞ്ചായത്തിനുണ്ട്, IRCP ഉണ്ട്, ജനസേവകളുണ്ട്, CS സെന്റർ ഉണ്ട്. 5 ശരിക്കും പറഞ്ഞാൽ ചക്കരക്കല്ലിൽ മാത്രമേ 5 പാലിയേറ്റീവ് സെന്റർ ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം എനിക്ക് യോഗ്യത നേടിയത്. എനിക്കും ഏറ്റവും സന്തോഷം കിട്ടുന്ന ഫീൽഡും അത് തന്നെയാണ്. ഈ 10-20 വർഷം പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ സന്തോഷവും ആ പാലിയേറ്റീവാണ്. പ്രായമുള്ള അല്ലെങ്കിൽ കിടപ്പിലരികൾപ്പെട്ട് അവർ ദേഹത്തിന് കൈവെക്കുന്നു, അവർക്കുണ്ടായ സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ അതായിരിക്കാം എന്നെ എന്താ പറയുക ഈ നിലയിൽ എത്തിച്ചത്. എല്ലാം നമ്മുടെ കഴിവുണ്ടല്ല. പിന്നെ ഒരിക്കലും ഞാൻ ഇങ്ങനെയുള്ള എന്താ പറയുക ആദരവ് ആഗ്രഹിച്ച് ജീവിച്ച മനുഷ്യനല്ല, എന്നെ തേടിയെത്തതായിരിക്കാം. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒന്നും എന്താ പറയുക ആഗ്രഹിച്ച് ചെയ്യരുത്, നമ്മളെ തേടിയെത്തണം. മറ്റൊന്ന്, നമ്മളെല്ലാവരും എന്താ പറയുക വളരെ സ്നേഹത്തോടെ ജീവിക്കുന്നതാണ്. എൻ്റെ സംബന്ധിച്ചോളം എൻ്റെ ഒരു ജോലി എനിക്ക് കിട്ടി, ഞാൻ എന്താ പറയുക എൻ്റെ ഒരു സഹോദരത്തിൻ്റെ സഹോദരത്തിലൂടെ ഞാൻ പെരുമാറുന്നത്. ദേഷ്യം പിടിക്കും, ആവശ്യത്തിന് പിടിക്കും, അത് അവരുടെ തന്നെ തെറ്റുപറ്റാൻ പറയും. അവിടെ ഞാൻ ജാതിയോ മതമോ രാഷ്ട്രീയം ഒന്നും നോക്കാറില്ല, ഏത് രാഷ്ട്രീയം. എന്തെങ്കിലും ആ കേസ് ഇവിടുന്ന് റെഫർ ചെയ്യേണ്ടി വന്നാൽ എൻ്റെ വീട്ടിലെ ഒരു രോഗിയെ റെഫർ ചെയ്ത പോലെ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. തിരിച്ചു വരുന്നവരെ എന്തായെന്നൊരു ആകാംക്ഷ ഉണ്ടാവും. അത് എൻ്റെ എന്താ പറയുക പണ്ടേയുള്ള ഒരു സ്വഭാവമാണ്. തിരിച്ചെത്തുന്നവരെ എൻ്റെ റെഫർ ചെയ്യാനുള്ള ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ജാതി മതഭേദത്തിനപ്പുറം നമുക്ക് ലോകമുണ്ട്. നമ്മളെല്ലാവരും സ്നേഹിച്ച് തന്നെ ജീവിക്കണം. പണ്ടൊരാൾ എന്താ പറയുക വരൻ ചോദിച്ചറിഞ്ഞില്ല, നമ്മുടെ അയൽവാസി കഴിവില്ലാത്ത ദരിദ്രനായ ഒരു അയൽവാസി ആണെങ്കിൽ അവരോട് ഭയങ്കര സ്നേഹമായിരിക്കും അല്ലേ? കാരണം അവനേക്കാളും വലിയാണല്ലോ നമ്മൾ. എന്തെങ്കിലും അത്യാവശ്യം കൊടുക്കും, അവരാണ് എന്നോളൂ. പക്ഷെ നമ്മൾ തൊട്ടടുത്ത് നമ്മളെക്കാളും വലിയൊരാളാണെങ്കിലോ, എൻ്റെ വീട്ടിലൊരു കാറുണ്ട്, അവൻ്റെ വീട്ടിൽ 2 കാറുണ്ടെങ്കിലോ നമുക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ? അഭിമാനോട് വരാൻ ചോദിച്ചതല്ലേ, എന്താണ് വരാൻ വേണ്ടതെന്ന് വെച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ അയൽവാസത്തിലല്ല അവൻ എന്താ കിട്ടുന്നത് അതിൻ്റെ ഇരട്ടിയാണ് കിട്ടുന്നത്. അതാണ് അത് വരാൻ കൊടുത്താൽ തീരുമാനിക്കും. അവസാനം ഒരു കാറുണ്ടെങ്കിൽ 2 കാറുണ്ട്, അവൻ എന്ത് സംഭവത്തിൽ 2 കാര്യമുണ്ട്. അവസാനം അയൽവാസിയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു, വരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അവര് 2 കണ്ണ് നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ അസൂയക്കളായി ജീവിക്കാതിരിക്കുക. നമ്മൾ എല്ലാവരും എന്താ പറയുക അന്യോന്യം ഉദാഹരണം പറഞ്ഞ പോലെ നാളെ തിരിച്ചു പോകേണ്ടവരാണ്. നല്ല അർത്ഥത്തിൽ സഹോദരത്തിൽ അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് പ്രസംഗത്തിനായി കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി VK സൈജന അവർകളെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കാം. പ്രിയരെ, മാച്ചേരി ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ 15ാം വാർഷികാഘോഷത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ CP ഫൽഗുനൻ, പ്രസിഡന്റ് ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രം, അതുപോലെ സ്വാഗതം പറഞ്ഞ ശ്രീ ഈ പുരുഷോത്തമൻ മാസ്റ്റർ, സെക്രട്ടറി ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രം, ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ശ്രീ
ബഹുമാന്യനായ ശ്രീ പത്മനാഭൻ ബ്ലാത്തൂർ എഴുത്തുകാരൻ, അതുപോലെ തന്നെ ഇന്ന് സ്നേഹാദരം ഏറ്റുവാങ്ങിയ നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൾ ഗഫൂർ, ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന മുണ്ടേരി പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സി ലത, അതുപോലെ ശ്രീ ജിതേഷ് മച്ചാട്, ശ്രീമതി ചിത്ര എം, അതുപോലെ നന്ദി അർപ്പിക്കുന്ന ശ്രീ എം, അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ എത്തിയിട്ടുള്ള രക്ഷിതാക്കളെ, കുട്ടികളെ, സഹോദരന്മാരെ. ഇന്നിപ്പോ എനിക്ക് പറയാനുള്ളത് വാശേരി സാംസ്കാരിക കേന്ദ്രം ഈ നാടിന്റെ ഒരു എന്താ പറയുക, നാട്ടിലെ ഒരു നന്മയായിട്ട് വളർന്നു വരികയാണ്. ഒരു വയസ്സ് 1-ാം മാസം മുതൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടി കാഴ്ചവെച്ച് എല്ലാ മേഖലയിലും ഊന്നൽ കൊടുത്തുകൊണ്ട് നല്ല പഠനരംഗത്ത് മുൻനിരയിൽ നിൽക്കുന്നവരെ ആദരിച്ചുകൊണ്ടും, അതുപോലെ കർഷകരെയായാലും കലാകായിക രംഗത്തായാലും പല വിധത്തിലുള്ള ആദരവും പല സൗജന്യ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഹൃദയരോഗത്തിനായാലും കണ്ണുരോഗത്തിന്റെ എല്ലാ രോഗത്തിനും ഓരോ വർഷവും വിവിധ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു സമ്മേളനവും ഇത് നടത്താൻ മനസ്സ് കാണിക്കുന്ന ഈ ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രത്തിന്റെ സംഘാടകർക്ക് ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കൂടാതെ എനിക്ക് പറയാനുള്ളത്, ഗഫൂർ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പം നമ്മൾ മക്കളെ ലഹരിയിൽ ഉൾപ്പെടുന്നത്, അറിഞ്ഞും അറിയാതെയും ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥകളാണുള്ളത്. അതിന് നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ അച്ഛനും അമ്മയും വൈകുന്നേരം ഒരു ചെറിയ സമയമെങ്കിലും മക്കളോടൊപ്പം ചെലവഴിച്ചുകൊണ്ട് അവർക്കുള്ള അനുഭവങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അവരുടെ അനുഭവം ഇങ്ങോട്ട് പറയും. പിന്നെ അവരുടെ ബാഗുകളൊന്ന് പരിശോധിക്കുക. സ്വന്തമായി ഒരു റൂമിൽ ഇരുന്ന് മൊബൈൽ ഉപയോഗിക്കുന്നത് അത് എല്ലാവരും പരസ്യമായി വേണമെന്നുള്ളത് ഒരു കുട്ടികൾക്ക് പ്രത്യേകിച്ച് നിർദ്ദേശം കൊടുക്കുക. അല്ലാതെ നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇനി എന്ത് സംഭവം പെട്ടെന്ന് നമുക്ക് കുട്ടികളുടെ ഒരു പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കണ്ടാൽ അത് നമുക്ക് അതിന് മാറ്റാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇപ്പോഴുണ്ട്. തുടക്കത്തിൽ നമുക്ക് എല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. ഇന്ന് എല്ലാ രക്ഷിതാക്കളും വ്യാകുലരായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് എനിക്കിപ്പോൾ എല്ലാ സഹോദരിമാരോടും പറയാനുള്ളത്. അതിന് ഇന്നിവിടെ ഒരു ലഹരി വിരുദ്ധ ഏകാംഗ നാടകം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് കണ്ടു. അത് എല്ലാവരും കണ്ട് കുട്ടികളടക്കം കാണേണ്ടതാണ്. അതിനുവേണ്ടി പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ ജനസംസ്കൃതി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു. അടുത്തതായി ആശംസകൾ സംസാരിക്കാനായി മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗ്രാമോത്സവ പരിപാടിയുടെ അധ്യക്ഷൻ ഫൽഗോട്ടൻ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത എഴുത്തുകാരൻ പത്മനാഭൻ ബ്ലാത്തൂർ സാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ അബ്ദുൾ ഗഫൂർ സാർ, അതുപോലെ സ്വാഗതം പറഞ്ഞ സെക്രട്ടറി പുരുഷോത്തൻ മാഷ്, മറ്റ് വേദിയിലുള്ള വിവിധ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുപോലെ മെമ്പർ ജിതേഷ് മച്ചാട്ട്, കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി, മറ്റ് ജനസംസ്കൃതിയുടെ പ്രവർത്തകരെ, നാട്ടുകാരെ. ഇപ്പോൾ ജനസംസ്കൃതി ഒരു ഗ്രാമോത്സവം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏകദേശം 15 വർഷത്തോളമായി ഇവർ ഇതുപോലുള്ള പരിപാടികൾ നടത്തി വരുന്നു. അക്ഷരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അപ്പോൾ ഒരുപാട് പരിപാടികൾ ഇനി നടക്കാനുണ്ട്. പ്രസംഗിച്ച് സമയം പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. പാരാ ലീഡർ വളണ്ടിയർ ശ്രീ PC രാകേഷ് അവർക്കാണ്. അദ്ദേഹത്തിന് നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഈ നാടിന്റെ ഏറ്റവും വലിയ വിപത്തായ ലഹരിക്കെതിരെ പോരാടാം എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ആശംസ ഭാഷണം തുടരുകയാണ്. അതിനുവേണ്ടി ജിതേഷ് മച്ചാടിനെ ക്ഷണിക്കും. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, വളരെ നല്ലൊരു പരിപാടിയാണ്. അല്പ സമയത്തിന് മുന്നേ വളരെ ചെറിയ സമയം കൊണ്ട് കാര്യമാത്ര പ്രസക്തമായ വലിയൊരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചത് രാകേഷ്. അതിൻ്റെ വരവും മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങളെല്ലാവരും മുഖമാണ് ശ്രദ്ധിച്ചത്. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ രക്ഷിതാക്കളും സ്വന്തം മക്കളിലേക്ക് എല്ലാവരും ആ ഒരു ചെറിയ നിമിഷത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു മുഖവും ആശങ്കയൊക്കെ ഇതിലൂടെ കാണാൻ സാധിക്കും. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നല്ല സന്ദേശങ്ങൾ ഇത്തരത്തിലുള്ള വേദികളിലൂടെ ലോകത്തെയും സമൂഹത്തെയും അറിയിക്കാൻ സാധിക്കുന്നത് തന്നെ ഇന്ന് ഈ കാലത്ത്, ഈ വർത്തമാന കാലത്ത് അതിൻ്റെ പ്രസക്തി വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അരമണിക്കൂർ കൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഞാൻ അരമണിക്കൂർ എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ ഇവിടെ വേദിയിലെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ സൂചിപ്പിച്ചിരുന്ന ഒരു വാക്കുണ്ടായിരുന്നു. ഒരാളെ പറ്റി ഒരു വാക്ക് നല്ലത് പറഞ്ഞാൽ 3 മാസം അദ്ദേഹത്തിന് ആയുസ് കൂടുതൽ കിട്ടുന്നു. അപ്പൊ ഞാനിത് പറഞ്ഞതോടുകൂടി എൻ്റെ ഒരു 3 മാസം ആയുസ് കുറഞ്ഞു. അരമണിക്കൂർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ 3 മാസത്തെ ആയുസ് കുറഞ്ഞു.
ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മൾ 3 പേര് ഇവിടെ വേദിയിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ 4 വർഷക്കാലം നമ്മുടെ ആയുസ് കണക്കൂട്ടി നോക്കുമ്പോൾ ചിലപ്പോൾ തൊട്ടടുത്ത മാസങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മൾ ആയുസ് തീരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഓരോ ഇടങ്ങളിലൂടെയെല്ലാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വോട്ടർമാരായ ആൾക്കാർ, മെമ്പർമാർ, ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ കുറേയധികം പേര് നമ്മളോട് നല്ലത് പറയും. കുറേയധികം അവരുടെ നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം വെച്ച് നമ്മളോട് വിമർശനങ്ങൾ ഉന്നയിക്കും, പരസ്പരം പറയും. റോഡ് കാണുമ്പോൾ പറയും ധാരാളത്തെ മെമ്പർ, വെള്ളം കിട്ടാണ്ടിരിക്കുമ്പോൾ എന്താ പോയി മെമ്പർ, അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. മറ്റു നിരവധിയായ വിഷയങ്ങൾ, കരിങ്ങാണി കുച്ചിയിട്ട് വരെ രാത്രി വിളിച്ചിട്ടുണ്ട്, മെമ്പർ എന്താ ചെയ്യാം, മോട്ടോർ ഓഫ് ആക്കാൻ വിളിച്ചിട്ടുണ്ട് എന്നത് പഴയൊരു മെമ്പർ എന്നോട് പറഞ്ഞത്. അപ്പോൾ മെമ്പർ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് നിരവധിയായ കാര്യങ്ങൾ ഒരു 5 വർഷ കാലയളവിനുള്ളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും. അപ്പോൾ വരുന്ന കാര്യങ്ങളിലൊക്കെ ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ആയുസ് ചിലപ്പോൾ 3 മാസത്തേക്ക് കൂടാനും അതോടൊപ്പം 3 മാസമോ അതിലധികമോ കുറയാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെയും പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, നിങ്ങളെ എന്റെയും കൂടെയുള്ള ആൾക്കാരുടെ ഒന്നും ആയുസ് കുറക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജനസംസ്കൃതിയുടെ ഒരു എളിയ പ്രവർത്തകനായി കഴിഞ്ഞ കുറെ കാലമായി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ പരിപാടികളെ ബന്ധപ്പെട്ട് കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഭാവിയിൽ ജനസംസ്കൃതി കൂടെ എന്നും പണ്ട് നിന്ന പോലെ വളരെ ശക്തമായിട്ടും നിങ്ങളെ ജനങ്ങളുടെ ഇടയിൽ വളരെയധികം ജനോപകാരപ്രദമായ കാര്യങ്ങൾ കൂടുതൽ നടത്തിയ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തി. അപ്പോൾ നമ്മുടെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥശാലയും വായനശാലയും കൂടിയാണ് നമ്മുടെ ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രം. അതുപോലെ നിരവധി കാര്യങ്ങൾ നമ്മുടെ ജില്ലയിൽ മുമ്പിട്ട് നിൽക്കുന്നുണ്ട്. വലിച്ചെറിവ് മുക്ത കേരളം എന്നുള്ളതിലും സമ്പൂർണ്ണ മാലിന്യ വിമുക്ത പ്രഖ്യാപനത്തിന് കണ്ണൂർ ജില്ലയാണ് ഒന്നാമത് എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ വീടുകളിലുള്ള ഇത്തരത്തിലുള്ള ജൈവമാലിന്യങ്ങളും മറ്റുള്ളതൊന്നും നമ്മൾ വലിച്ചെറിയാതെയും നല്ല ഒരു രീതിയിലുള്ള മാതൃകാപരമായിട്ട് നമ്മളിപ്പോൾ കണ്ണൂർ ജില്ല സംസ്ഥാനത്തിന് ഒന്നാമത് മാലിന്യമുക്തത്തിന് ഒന്നാമതായി നിൽക്കുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നമുക്ക് തുടർന്നും നമ്മുടെ കേരളത്തെയും അതുപോലെ നമ്മുടെ പ്രദേശത്തെയും നമ്മുടെ ചുറ്റുപാടുകളെയും വൃത്തിയോടെ സൂക്ഷിക്കാനും അതുപോലെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ വന്നു ചേർന്ന് വളരെ വിലപിടിപ്പുള്ള സീരിയലുകൾ അവസാനിപ്പിച്ചിട്ടാണ് നിങ്ങൾ എല്ലാവരും എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ആ സീരിയലുകൾ ഒഴിവാക്കി ഈ പരിപാടിയിലൊക്കെ വന്ന് ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ ഇപ്പോൾ കേൾക്കാനും പിന്നെ അതുപോലെ ആസ്വദിക്കാനെല്ലാം നിൽക്കുന്നത് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചത് മക്കളെല്ലാം ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. കൂടുതൽ സംസാരിച്ച ആയുസ് കുറക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി. ആദ്യമായി അനുമോദനം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട CV ഹരീഷ് മാസ്റ്ററാണ്. ഹരീഷ് മാസ്റ്റർ ഒരു പരിചയപ്പെടുന്നതിൻ്റെ ആവശ്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ NSSന്റെ ക്ലസ്റ്റർ കോർഡിനേറ്റർക്കുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ പുരസ്കാരം നേടിയ ഹരീഷ് കുമാർ എല്ലാ മേഖലകളിലും തൊട്ടതെല്ലാം മുന്നോട്ടുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. ഇനിയും ധാരാളം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. വേദിയിൽ അടുത്തതായി ഈ വർഷത്തെ MD പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നമ്മുടെ നാട്ടിലെ ഡോക്ടർ മേഘ്ന ശരത്ല, നമ്മുടെ സെക്രട്ടറിയുടെ മകന്റെ ഭാര്യ കൂടിയാണ്. സ്കൗട്ട് നേരത്തെ രാജ്യ പുരസ്കാർ കരസ്ഥമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS കരസ്ഥമാക്കി. ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉയർന്ന മാർക്കോട് കൂടി MD പൂർത്തീകരിക്കും. നല്ലൊരു കൈയ്യടിയാണ് കൊടുക്കാം മേഘ്ന ശരത്ല. മേഘ്ന ശരത്ലാലിനെ നമ്മുടെ ഉസ്താദി ആദരിക്കുകയാണ്. നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. അതുപോലെ ഈ വേദിയിലെത്തുന്ന മറ്റൊരു റാങ്ക് ജേതാവ് കാലശക്തിയോട് എത്തിയിട്ടില്ല. അനുമോദനം പിന്നീട് നടത്തുന്നതായിരിക്കും. അടുത്തതായി നമ്മുടെ കൊച്ചു കൂട്ടുകാരനുള്ള അനുമോദനമാണ്. SCRT തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളിൽ വർണ്ണാഭമായ ചിത്രങ്ങൾ വരച്ച് പ്രശസ്തനായ മുഹമ്മദ് നാഫിദ് P. നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. മുഹമ്മദ് നാഫിദ് SCRT തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളിൽ വർണ്ണാഭമായ ചിത്രങ്ങൾ വരച്ച് നമ്മുടെ നാടിന്റെ പ്രശസ്തി വാനോളമുയർത്തിയ മുഹമ്മദ് നാഫിദ് KP. സ്നേഹമുള്ളവരെ, ഇന്ന് ജനസംസ്കൃതിയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരു ഏകാംഗ നാടകം നമുക്ക് വേണ്ടി അവതരിപ്പിച്ച 3 പേര് നമ്മുടെ അണിയറയിൽ വേദിയിൽ ഉണ്ട്. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലഹരി. അതിനെതിരെ ബോധവൽക്കരണവുമായി 150-ൽ പരം വേദികൾ നിറഞ്ഞാടിയ അച്ഛൻ എന്ന നാടകമാണ് നമ്മൾ കണ്ടത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ തന്നെ വേദിയിലെത്തിയിട്ടുണ്ട്. ആദ്യമായി നാടകത്തിൽ അച്ഛൻ എന്ന ഏകപാത്ര നാടകത്തിൽ അച്ഛൻ കഥാപാത്രമായി നിറഞ്ഞാടിയ കണ്ണൂർ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി പാരാ ലീഗൽ വളണ്ടിയർ ശ്രീ PC രാകേഷിനുള്ള ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രത്തിന്റെ സ്നേഹാദരം ഈ വേദിയിൽ വെച്ച് നൽകുകയാണ്. നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം ശ്രീ PC രാകേഷ്. ഇപ്പോ മറ്റൊരു
മറ്റൊരു മൂവിയിൽ കൂടി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ലഹരിക്കെതിരെയുള്ള മൂവിയിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ നാടിന്റെ സാമൂഹ്യ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കി ഇത്തരത്തിൽ നല്ലൊരു നാടകം ചെയ്യുമ്പോൾ ഇതിന് പിന്നിൽ ഒരു സംവിധായകന്റെ കൈ ഉണ്ടാവില്ലേ? ഉണ്ട്. നാടകങ്ങളിൽ നിന്ന് നാടകങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീ ബിനേഷ് ചാല അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അച്ഛൻ നാടകം നല്ല രീതിയിൽ സംവിധാനം ചെയ്ത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സഹായിച്ച ബിനേഷ് ചാല നല്ലൊരു കൈ നമുക്ക് കൊടുക്കാം. സപ്ലൈകോ ഉദ്യോഗസ്ഥനായി വർക്ക് ചെയ്യുകയാണ് ശ്രീ ബിനേഷ് ചാല. നാടകം അച്ഛൻ എന്ന നാടകത്തിന്റെ രചനാ സംവിധാനം നിർവഹിച്ച ബിനേഷ് ചാല. അതുപോലെ തന്നെ നമുക്കറിയാം ഈ നാടകം വേദികളിൽ നിന്ന് വേദിയിലേക്ക് മുന്നേറുമ്പോൾ ഇതിനെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചെടുക്കുന്ന വ്യക്തി കൂടി നമ്മുടെ കൂടിയുണ്ട്. നമ്മൾ ആദരിക്കുകയാണ് ശ്രീ CM സുമേഷ് അവർ. ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രത്തിലെ ഒരു സ്നേഹാദരം ഇവിടെ നൽകിയാണ്. നല്ലൊരു കയ്യിൽ നമുക്ക് കൊടുക്കാം. അച്ഛൻ എന്ന ഏകപാത്ര നാടകം വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോകുമ്പോൾ അതിനെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CM സുമേഷ് അവർ. താങ്ക് യു വെരി മച്ച്. അനുമോദനം ഏറ്റുവാങ്ങിയവർക്കും അതുപോലെ തന്നെ അനുമോദനം നടത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട വിശിഷ്ടാതി പത്മനാഭൻ ബ്ലാത്തൂർ അവർക്ക് നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സംബന്ധിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 വർഷമായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ജനസംസ്കൃതി എന്ന ഈ സാംസ്കാരിക കേന്ദ്രത്തിന്റെ വിവിധ പരിപാടികളെ പറ്റി. എനിക്ക് ആദ്യമായാണ് ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. ആദ്യം തന്നെ ഈ ഒരു ചെറിയ വിജയത്തിനെ എന്നെ ഇങ്ങനെ അനുമോദിച്ച ഈ ഒരു സംഘാടക പ്രവർത്തകർക്ക് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ജനസംസ്കൃതിയുടെ ഭാവി പരിപാടികൾക്കും എന്റെ എല്ലാവിധ ആശംസകളും. പോരാതെ എനിക്കതിന്റെ ഭാഗമാകാൻ കഴിയട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി. വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ ഏറെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ടവരെ, എനിക്കൊന്നും പറയണമെന്നുണ്ടായില്ല. പക്ഷേ ആ ഏകാന്ത നാടകം PC രാകേഷ് എൻ്റെ തത്വജ്ഞ ഇപ്പോൾ മുന്നോട്ട് പോകാറില്ല. ആ നമ്പർ എന്നെ പോയില്ല. നിങ്ങളെപ്പോലെ പറയാനോ അതെത്ര തന്മയത്തോടെയാണ് അവതരിച്ചത്. നമ്മുടെ ഹൃദയത്തെ വല്ലാതെ അത് വേദനിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അറിയാത്ത ഒരുപാട് രക്ഷിതാക്കളും ഒരുപാട് അമ്മമാർ, അച്ഛന്മാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതുപോലെ നമ്മുടെ സമൂഹത്തിലുണ്ട്. നാളെ നമ്മുടെ കണ്ടോട്ടത്തിൽ അത് എത്തുമെന്നുള്ള ഒരു പാഠം വളരെ എന്താ പറയണ്ടേ, അത്രയധികം വേദനിപ്പിച്ചില്ല. പോട്ടെ, ഞാൻ നമ്മുടെ ട്രഷറർ ഗുരുമാഷമാസയുടെ അഭാവത്തിൽ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരവാദിത്വം. നമ്മുടെ ജനസംസ്കൃതിയെക്കുറിച്ചും അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ജനസംസ്കൃതി ഈ ഇടക്കാലത്ത് കുറച്ചൊന്ന് ഡള്ളായി പോയിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അത് പഴയതുപോലെ ഉഷാറായി മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹം നിങ്ങളിലും അതുപോലെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഞങ്ങളിലുണ്ട്. നിങ്ങളുടെ കാരണത്തിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഓക്കെ, അത് ഞാൻ ഈ നന്ദി പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ സ്വാഗതം ആശംസിച്ച നമ്മുടെ എല്ലാമായ സെക്രട്ടറി ശ്രീ പുരുഷോത്തമ മാഷ്, അതുപോലെ നമ്മുടെ കരുത്തും നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി നിരന്തരം അക്ഷീണം പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ശ്രീ പുരുഷോത്തമ മാഷ്, ഉദ്ഘാടനം ചെയ്ത ശ്രീ പത്മനാഭൻ മാസ്റ്റർ, ഞാൻ പറയേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ നിരന്തരം നടന്നു വരുന്ന, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും പല പ്രഭാഷകരും പറയുന്നത് നമുക്ക് അന്യമായി പോയ ഒരു കാര്യമുണ്ട്, നന്ദി പറയുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു നന്ദി പലപ്പോഴും പറയാൻ വിട്ടുപോകുന്നു. അത് നമ്മുടെ കേരള സമൂഹത്തിൽ പ്രത്യേകിച്ചും അതൊരു വലിയൊരു കുറവാണ്. നമ്മുടെ സാംസ്കാരിക ഔന്നത്യത്തിന് നിരക്കാത്തതാണ് നമ്മളത് ഒരു കോംപ്ലിമെൻ്റ് പറയാതിരിക്കുക, ഒരു നന്ദി പറയാതിരിക്കുക എന്നുള്ളത്. അത് നമ്മൾ അതിൻ്റെയൊക്കെ കൃത്യമായ ഒരു തലത്തിൽ നമ്മളെ വളരെ ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കുന്ന ശ്രീ പത്മനാഭ മാഷക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. നമ്മുടെ പുരുഷോത്തമ മാഷ്, നമ്മുടെ പ്രസിഡന്റ്, അവർക്കും ഞാൻ നന്ദി പ്രത്യേകം പറയുകയാണ്. പിന്നെ ഇതിൻ്റെ ആശംസ അറിയിച്ച കോർപ്പറേഷൻ മെമ്പർ ശ്രീമതി VK ശ്രീലത, ശ്രീമതി ലത, നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ജിതേഷ് മച്ചാട്ട്, അതുപോലെ ശ്രീമതി ചിത്ര എന്നിവർക്കും ജനസംസ്കൃതിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഈ ഏകാന്ത നാടകം നമ്മുടെ എല്ലാവരെയും വല്ലാതെ വിഷമിപ്പിച്ച ആ ഏകാന്ത നാടകം അവതരിപ്പിച്ച മോഹൻ, അതിൻ്റെ പിന്നിലും അഭിനയിച്ചും പ്രവർത്തിച്ച PC രാകേഷ്, ദിനേശ് ചാല, സുമേഷ്, ഇവർ 3 പേരെയും അത്യാദരപൂർവ്വം നമുക്ക് നിർത്തേണ്ടതല്ല ഈ ബോധവൽക്കരണം, തുടർന്ന് പോകേണ്ടതാണ്. കാരണം ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്നുള്ളത്
ഡോക്ടർ ഗഫൂർ സാർ പറഞ്ഞ പോലെ പാലിയേറ്റീവിന് പകരം ഇന്ത്യ മെഡിക്കൽ സെൻ്റർ ആയിരിക്കും ഓരോ വാർഡിനും വേണ്ടി വരിക എന്നുള്ള അത്രയും ഗൗരവമായ ഒരു വിഷയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നണി പ്രവർത്തിച്ച് അതിനെ ബോധവൽക്കരിക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു നമ്മളെ സഹകരിച്ച അത് ഒരു വേദിയാക്കാൻ തയ്യാറായ അവർക്ക് ഞാൻ സിസ്റ്ററുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകർ ഇവിടെ വന്നിട്ട് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുന്നു. പിന്നെ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് നമ്മളുടെ ശാരദ ലൈറ്റ് ആൻഡ് സൗണ്ട് അതിൻ്റെ അകത്തുള്ള ഓപ്പറേറ്റർമാർ അത്തരത്തിലുള്ള ആൾക്കാർക്കും ഇതിൻ്റെ പേരിലുള്ള നന്ദിയുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ആദരിച്ച പ്രമുഖ വ്യക്തികൾ അതിലേറ്റവും ആദ്യം ഡോക്ടർ ഗഫൂറിനെ നമ്മളൊന്നും പറയേണ്ടതില്ല. ഗഫൂറിനെ കുറിച്ചുള്ള ഓൾറെഡി നമ്മുടെ മാഷ് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ അമ്മേനെ പറ്റി പോയിരുന്നു. അപ്പോൾ ഡോക്ടറുടെ പ്രത്യേകത നമ്മൾ മറ്റു പല ഡോക്ടറെയും കണ്ടിട്ടുണ്ട്. പക്ഷേ രോഗിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് അല്ല രോഗിയെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അത് ഏറ്റവും കൃത്യമായ ഒരു രോഗി ഫീൽ ചെയ്യുന്നത് അപൂർവം ചില ഡോക്ടർ മാത്രമാണ്. അതിൽ ഒരു പ്രമുഖ വ്യക്തിത്വമാണ് ഡോക്ടർ ഗഫൂർ സാർ. ഗഫൂർ സാറിന് ഇതുപോലെ ഇനിയും വിപുലമായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ നമുക്ക് ആദരിക്കാൻ കഴിഞ്ഞത് വലിയൊരു അഭിമാനമായി ഭാഗ്യമായി നമ്മൾ കാണുകയാണ്. നമ്മുടെ അതൊക്കെ സ്വീകരിക്കാൻ അവർ വന്നു, തിരക്ക് പിടിച്ച ജീവിതത്തിൽ വന്നു. ഇവിടെ രണ്ടു വാക്ക് സംസാരിക്കുന്നുള്ളതിൽ അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ ഡോക്ടർ മേഘന നമ്മുടെ കുടുംബാംഗം തന്നെയാണ്. അവരും ഗഫൂർ ഡോക്ടർക്ക് പറഞ്ഞ പോലെ കുറച്ചുകൂടെ അവർക്ക് കഴിയുന്ന സേവനത്തോടുകൂടി അവരുടെ പ്രൊഫഷണൽ ഉന്നതങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അവരും ഈ ആദരവ് ഏറ്റുവാങ്ങാൻ അവിടെ വന്നതിന് നമ്മുടെ ജനസംസ്കൃതിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ കൊച്ചു കലാകാരൻ സംസ്ഥാനത്ത് മുഴുവനും മാച്ചേരി എന്നുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ പേര് അറിയിച്ച നമ്മുടെ മുഹമ്മദ് നാബ് ആ കൊച്ചു അങ്ങനെ അങ്ങേയറ്റം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഇനിയും ഉന്നതങ്ങളിലെത്തട്ടെ, കൂടുതൽ ഉന്നതങ്ങളുള്ള അനുമോദനങ്ങൾ ഏറ്റുവാങ്ങട്ടെ, അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നമ്മുടെ സ്വീകരിക്കാൻ ഇവിടെ അനുഭവം സ്വീകരിക്കാൻ വന്ന് നാഹുലിന് നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറയാൻ മുഖ്യവേദിയാണ് വൈസ് മാഷാണ്. ജനസംസ്കൃതിയുടെ തുടക്കം മുതൽ അവരുടെ പ്രവർത്തന പരിചയവും ആ ഘനഗംഭീരമായ സൗണ്ടും ഒക്കെ കൊണ്ട് നമ്മുടെ ഓഡിയൻസിനെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അതിലപ്പുറത്ത് വിവിധ തലത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ, സ്കൂളുകളിലുള്ള പ്രവർത്തനങ്ങൾ, മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഇനിയിപ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടെ എത്തിയത്. നമ്മുടെ ക്ലബിൻ്റെ ഭാരവാഹിയായിരുന്നു. പല മീറ്റിങ്ങും കണ്ടാണ് നമ്മൾ എന്ത് കഴിഞ്ഞാലും ഔപചാരികതയ്ക്ക് വേണ്ടിയുള്ള നന്ദി പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ സഹപ്രവർത്തനായിട്ടുള്ള ഹരീഷ് മാസ്റ്റർ. പിന്നെ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ശാരദ അതിൻ്റെ ഓപ്പറേറ്റർമാരുടെ കാര്യം പറഞ്ഞു. നമ്മൾ മിക്കവാറും അവരെ ആയിരിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളോട് സഹകരിച്ച് അവരെ നന്ദിയോടെ സ്മരിക്കുകയാണ്, നന്ദി പറയുകയാണ്. അതുപോലെ നമ്മളെ ഓരോ പ്രവർത്തനങ്ങൾക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ വീടായി നമ്മൾ ഉപയോഗിക്കുന്ന രവിയേട്ടൻ്റെ വീട്, അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുക. പ്രിപ്പറേഷനായാലും അതുപോലെ നമ്മൾ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നതും അവരെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ അത് അവരെ നമ്മൾ വിട്ടുതരുന്നത് തന്നെയാണ്. അതിന് രവിയേട്ടനെയും കുടുംബത്തിനും നമുക്കുള്ള നന്ദി ഇവിടെ അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാരംഗ കതിരൂർ അവർ ഇവിടെ ഒരു ഗാനമേള അവതരിപ്പിക്കുന്നുണ്ട്. അവരും വളരെ ഭംഗിയായി കാര്യങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നമ്മൾക്ക് വേണ്ടി ഈ പരിപാടി നടത്താൻ തയ്യാറായ അവരെയും നമ്മൾ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ സർവോപരി ഏറ്റവും പ്രധാനമായി എന്ന് പറയട്ടെ, ഈ പലവിധ വിഷയങ്ങളുടെ ഇടയിലും നമ്മളിങ്ങനെ കൂട്ടുകൂടാൻ, നമുക്കിവിടെ പല മതങ്ങളുടെ പല ജാതികളുടെ ഒക്കെ ഉത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് നമ്മളൊരു കൂട്ടായ്മ, ജനസംസ്കൃതിക്ക് നമ്മളിട്ടൊരു പേര് ഗ്രാമീണ സംസ്കൃതിയുടെ ജനകീയ കൂട്ടായ്മ എന്നാണ്. ഗ്രാമീണ നൈർമല്യത്തിൻ്റെ ഒരു ജനകീയ കൂട്ടായ്മ. അത് നമുക്ക് തുറന്നു പോകാൻ അതിൻ്റെ നെട്ടല്ലായിട്ടുള്ളത് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരെ ആണ് ഏറ്റവും കൂടുതൽ നന്ദിയോടെ നമ്മൾ സ്മരിക്കുന്നത്. നിങ്ങളുടെ സഹകരണം നമ്മളെ കൂടുതൽ മേഖലകളിലേക്ക് ചെയ്യാൻ വേണ്ടി, വ്യാപിക്കാൻ വേണ്ടി നമ്മൾ കരുത്ത് നൽകും. അത്തരത്തിലുള്ള സഹകരണങ്ങളും സ്നേഹവും നിങ്ങളുടെ അടുത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവരും നന്ദിയും നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ മറ്റ് ഒരു പ്രധാനപ്പെട്ടാണ് ഒരുപാട് കുട്ടികളുടെ ടെസ്റ്റും ലക്ഷ്യകൊണ്ട് വന്നിട്ടുണ്ട്. അവരുടെ ഡാൻസ് പെർഫോമൻസിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ഇത്രയും കലാകാരന്മാരുണ്ടോ എന്നുള്ളത് ഒരു അത്ഭുതത്തോടെയാണ് തോന്നുന്നത്. നമുക്കൊന്നും പണ്ട് സ്റ്റേജിൽ കയറാൻ കഴിയില്ല. ജനസംസ്കൃതിയുടെ ഒരു ഭാരവാഹിയായി അതിൻ്റെ തുടക്കം മുതലുണ്ടായ ഞാൻ സ്റ്റേജിൽ കയറുന്നത് അപ്പോഴാണ്. എനിക്കിപ്പോഴും സ്റ്റേജ് ഫൈറ്റ് തീർന്നിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും
നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങളെടുത്താണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ആത്മബലത്തിലാണ് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത്. അത്തരത്തിലുള്ള എല്ലാ കലാകാരന്മാരും, ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരെ നമ്മുടെ നാട്ടിൽ കലാകാരന്മാരൊക്കെ ഉണ്ട്. അവരുടെ കല ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു നിമിത്തമാകുന്നു, നമ്മൾ സ്റ്റേജ് ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതിന് നമുക്ക് വളരെ അഭിമാനമുണ്ട്. അങ്ങനെ ആ സ്റ്റേജ് ഉപയോഗിക്കാൻ വേണ്ടി നല്ല മനസ്സിൽ തോന്നുന്ന ആ കലാകാരന്മാർക്ക് എല്ലാവർക്കും ജനസംസ്കൃതിയുടെ പേരുള്ള ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. അപ്പോൾ ഈ ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രം ആൻഡ് ഗ്രന്ഥാലയത്തിന് ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരുടെയും മനസ്സ് നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു.